ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഞങ്ങൾ ഇന്ന് കൊച്ചി വരെ പോവാണ്. കൊച്ചിയിൽ കാർണിവൽ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഞാനും ചേട്ടായിയുടെ രണ്ട് കൂട്ടുകാരും അവരുടെ വൈഫും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ബൈക്കിനാണ് പോയത്. അതുകൊണ്ട് തന്നെ യാത്ര സൂപ്പറായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ നൈറ്റ് റൈഡ് എന്ന് പറഞ്ഞ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അത് ഇന്നാണ് സാധിച്ചത്. അപ്പം ഞങ്ങൾ 31-ാം തീയതി അല്ല പോയത്, 30-ാം തീയതിയാണ് പോയത്. 31-ാം തീയതി ഇവിടെ അടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് 30-ാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് പോയത്. 30-ാം തീയതി ആയിട്ട് കൂടിയും ഭയങ്കര തിരക്കായിരുന്നു. കൊച്ചിയിലോട്ട് നമുക്ക് അടുക്കാൻ തന്നെ നല്ല പാടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ചുറ്റിക്കറങ്ങിയാണ് കൊച്ചിയിലേക്ക് വന്നത് തന്നെ. അപ്പോൾ ലൈറ്റിംഗ് ആണ് കേട്ടോ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഭയങ്കര രസത്തിലാണ് അവർ ലൈറ്റിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടതും ലൈറ്റിംഗ് ആണ്. ഞങ്ങൾ ലൈറ്റ് കത്തുന്ന കണ്ണടയും തലയെടുക്കുന്ന റായും ഒക്കെ മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരാദ്യം അതിന് 100 രൂപ പറഞ്ഞു, പിന്നെ 80 രൂപ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വില പേശുന്ന രംഗമാണ് കാണുന്നത്. ലാസ്റ്റ് വില പേശി ഞങ്ങൾക്ക് 2 സാധനവും 60 രൂപയ്ക്കാണ് തന്നത്. അപ്പോൾ പക്ഷെ വലിയ ക്വാളിറ്റി ഉള്ള സാധനമൊന്നുമല്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു പോകും. ചേട്ടായി മേടിച്ച കണ്ണടയുടെ ഒരു കാല് ഒടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ചേട്ടായി ഇതൊക്കെ വെച്ച് ഫോട്ടോ എടുത്തു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ചേട്ടായിട്ട് പറഞ്ഞു എൻ്റെ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും വെച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ യാത്ര. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ചിരിച്ചു. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഓരോ കപ്പിൾസ് വീതം എടുത്തു. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഒരു നൈറ്റ് എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടേത്. അപ്പം ഇതുപോലുള്ള പപ്പാനീനെയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കൂട്ടത്തിലെ കേമനായിട്ട് നിൽക്കുന്ന ആളാണ് 31-ാം തീയതി കത്തിക്കാൻ വെച്ചിരിക്കുന്ന പപ്പാനി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പപ്പാനി ഇതൊന്നും അല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ചിന്തകളൊക്കെ മാറ്റിമറിച്ച പപ്പാനി ഇതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ലൈറ്റിംഗ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളും ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറേ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ പോയതെന്ന് വേണേൽ പറയാം. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കൊച്ചി കാർണിവൽ. ചേട്ടായി ഇത്രയും നാളുകൂടി ഉണ്ടായിട്ടും ഇതുവരെ കൊച്ചിയിലെ കാർണിവലിന് പോയിട്ടില്ല. എന്നോട് പറഞ്ഞ തിരക്കും ബഹളം ഉള്ളിടത്ത് ആൾക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വന്നതുകൊണ്ട് തന്നെ എന്നെ കാണിക്കാനും പിന്നെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ പോയേക്കാന്ന് ഓർത്ത് അങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴും ഇന്നലെ 31-ാം തീയതി അത്രയും തിരക്കില്ലെങ്കിലും 30-ാം തീയതി അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് നിന്നെല്ലാം കാണാനൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പോക്ക് ഒരിക്കലും മടുപ്പായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കൊച്ചിയിലെ കാർണിവൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വർഷം വന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ടൊക്കെ പോവുക. അപ്പോൾ ഇവിടെ ഫോട്ടോ സെക്ഷനാണ് നടക്കുന്നത്. ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് പോയെങ്കിൽ കുറേ ഫോട്ടോസ് അങ്ങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ തെരുവ് സർക്കസ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. കുറേ അഭ്യാസ പ്രകടനങ്ങൾ അവരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ എന്താ കൂടി നിൽക്കുന്നതെന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഇവരുടെ തെരുവ് സർക്കസ് ആണ് നടന്നത്. അപ്പോൾ കുറച്ച് നേരം അതവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് മുന്നോട്ട് നടന്നപ്പോഴാണ് ഇതുപോലത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഇതെല്ലാം വെച്ചിരിക്കുന്ന പൈസയാണ്. പിന്നെ ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എറിഞ്ഞ് അതിനകത്ത് ഫുള്ളായിട്ട് വീഴുന്നവർക്ക് ആ പൈസ കൊടുക്കും. അപ്പോൾ അതിന് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഫേമസ് ആയ ലൈറ്റ് ഒക്കെ ഇട്ട മരം കണ്ടത്. അപ്പോൾ അതിൻ്റെ ബ്യൂട്ടി നമുക്കത് ചെന്ന് കണ്ടാലും നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ദൂരത്തുനിന്ന് നമ്മൾ ആ എൻട്രൻസ് കയറുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അടുത്ത് വരണം കേട്ടോ അതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ട്രെയിൽ ഇത്രയും ഭംഗിയായിട്ട് ലൈറ്റ് അലങ്കരിക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ കാണുന്നത് ഇവിടെ വന്നപ്പോഴാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ മരത്തിൻ്റെ അടിയിലേക്ക് ചെന്നപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ സ്റ്റാറൊക്കെ ഇട്ട് വെച്ചേക്കുന്നതും ഓരോ ലൈറ്റിങ് അവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനവർ എഫേർട്ട് എടുത്തത് എനിക്കത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ മാക്സിമം ആൾക്കാരൊക്കെ വരാൻ പറ്റുമെങ്കിൽ അതൊക്കെ വന്ന് കണ്ടിട്ട് പോകണം. ഇത്രയും ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റിനും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ട്രീ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. പപ്പാനീനെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ ട്രീ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങോട്ട് സമാധാനമായത്. വന്നതിലൊരു ഇതുണ്ടായല്ലോ എന്ന് ഓർത്ത്. അപ്പം ട്രീയുടെ അടിയിൽ നിന്നുകൊണ്ടുള്ള ഫോട്ടോ സെക്ഷനാണ്. അപ്പം ട്രീ കിട്ടണമല്ലോ. അപ്പോൾ ആദ്യം ഞങ്ങൾ 6 പേരും കൂടെ കയറി നിന്ന് എടുത്തു. പിന്നെ അതിനുശേഷം ഇവർ തന്നെ എടുത്തു. പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമായിട്ടൊക്കെ എടുത്തു. കുറേ ചിരിച്ചു കേട്ടോ. ചിരിക്കാൻ കുറേ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ള രീതിയിൽ വന്ന് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ചെയ്യണേ?
അപ്പോൾ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ട്രീയുടെ ബാക്കി വീഡിയോസൊക്കെ അങ്ങോട്ട് നിന്ന് എടുത്തു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങളുടെ ഈ പോക്കും ഈ എൻജോയ്മെൻറ്റും ഒക്കെ. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നത് രാവിലെ 3-4 മണി എങ്ങാണ്ടായപ്പോഴാണ് എത്തിയത്. പക്ഷേ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അത്രയും നൈറ്റ് താമസിച്ച് വീട്ടിലൊക്കെ എത്തുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. അപ്പോൾ ഇത് എൻട്രൻസിൻ്റെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പപ്പാനിയായിരുന്നു കേട്ടോ. ഞങ്ങളവിടുന്ന് 1 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ആ ടൈമിലുള്ള തിരക്കാണ്. കൊച്ചി ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ സത്യമായ കാര്യമാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബായ്. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ഇരുന്നുകൊണ്ട് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ജോബിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.